إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما الحج أشهر معلومات فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج وما تفعلوا من خير يعلمه الله وتزودوا فإن خير الزاد التقوى واتقوني يا أولي الألباب പ്രിയമുള്ള സത്യവിശ്വാസി വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് അതിന്റെ പ്രാധാന്യത്തോടും ഗൗരവത്തോടും കൂടി ഏവരെയും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിക്കുവാനും അല്ലാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കി ലോകത്തോട് വിട പറയുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ ബഖറയിലെ 197 വചനമാണ് ആമുഖമായി ഞാൻ ഓതി കേൾപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞത് അൽ ഹജ്ജു അഷ്ഹറു മഅലൂമാത്ത്, ഹജ്ജ് നടക്കുന്നത് അറിയപ്പെട്ട മാസങ്ങളിലാണ്. ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ, ആരെങ്കിലും ഹജ്ജിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫലാ റഫസ വലാ ഫുസൂക വലാ ജിദാല ഫിൽ ഹജ്ജി, മോശമായ സംസാരങ്ങളും പ്രവൃത്തികളും തർക്കങ്ങളും സ്ത്രീ ശാരീരിക ബന്ധങ്ങളൊന്നും പാടുള്ളതല്ല. വമാ തഫ്അലു മിൻ ഖൈരിൻ യഅലമുഹുല്ലാഹ്, ഹജ്ജ് യാത്രയിൽ നിങ്ങൾ ഏതെല്ലാം നന്മകൾ ചെയ്താലും അതെല്ലാം അല്ലാഹു അറിയുന്നതാണ്. വതസവ്വദു ഫഇന്ന ഖൈറ സാദി തഖ്വ, നിങ്ങൾ യാത്ര വിഭവമായി കരുതേണ്ടത് ഏറ്റവും നല്ല യാത്രാ വിഭവം തഖ്വയാണ്, ധാർമ്മികതയാണ്. വത്തഖൂനി യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകളെ നിങ്ങൾ എന്നെ സൂക്ഷിച്ച് ജീവിക്കണമെന്നാണ്.
ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യ പരാമർശം ഹജ്ജ് അറിയപ്പെട്ട മാസങ്ങളിലാണെന്നാണ്. ഈ അറിയപ്പെട്ട ഹജ്ജിന്റെ മാസങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത് 3 മാസമാണ്: ശവ്വാല്, ദുൽഖഅദ, ദുൽഹിജ്ജ. ഇപ്പൊ നമ്മളുള്ളത് ദുൽഖഅദ മാസത്തിലാണ് ഉള്ളത്. അടുത്തതാണ് ദുൽഹിജ്ജ മാസം. നമുക്ക് ദുൽഹിജ്ജ 8 മുതൽ 13 വരെയുള്ള ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഹജ്ജ് കർമ്മമുള്ളത്. ആ ദിവസങ്ങളിൽ മാത്രമുള്ള കർമ്മത്തെ ഖുർആൻ പരിചയപ്പെടുത്തിയത് ഹജ്ജിന്റെ മാസങ്ങളായിട്ടാണ്. അപ്പൊ ശവ്വാല് മുതൽക്ക് ആളുകൾ യാത്രക്ക് വേണ്ടി ഒരുങ്ങും. ദുൽഖഅദ ദുൽഹിജ്ജൊക്കെ കഴിഞ്ഞ് ഹജ്ജ് യാത്ര തിരിച്ചു വരുമ്പോഴൊക്കെ ഈ 3 മാസങ്ങൾ ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായിരിക്കും ആളുകൾ എന്നതുകൊണ്ടതാണ് ഹജ്ജിന്റെ മാസം എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയത്. നമ്മൾ ഈ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ട ചില സംഗതികൾ, നമ്മുടെ കൂട്ടത്തിൽ ഈ പ്രാവശ്യം ഹജ്ജിന് പോകുന്നവരുണ്ട്, അവസരം കിട്ടിയവരുണ്ട്. പ്രൈവറ്റ് സംവിധാനത്തിൽ ഒരു അനിശ്ചിതത്തിൽ നിൽക്കുന്ന ആളുകളുണ്ട്. ഗവൺമെന്റ് സംവിധാനത്തിൽ കിട്ടിയവരൊക്കെ ഇൻഷാ അല്ലാഹ് ഈ ആഴ്ച മുതൽ അവരൊക്കെ പോവുകയാണ്. അപ്പോ അങ്ങനെ ഒരു വലിയ പ്രയാസം നിൽക്കുന്ന ആളുകളുണ്ട്, പോകുന്നവരുണ്ട്. അതല്ലാത്ത നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേക ഒരു അന്തരീക്ഷത്തിന്റെ ഒരു അല്പം ആശങ്കയൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ പരിഹരിച്ച് നമുക്കൊരു നല്ല യാത്രാ സൗകര്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ രാജ്യത്തിനും ലോകത്തിനും ഒക്കെ ഈ ശാന്തിയും സമാധാനവും സ്വസ്ഥതയും ഒക്കെ നൽകി എല്ലാവർക്കും സമാധാനം ഒക്കെയാണ് ആഗ്രഹം. അള്ളാഹു അല നിലനിർത്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തില് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ പ്രാവശ്യം മാത്രം നിർബന്ധമാകുന്ന ഏക ഇബാദത്ത് ഹജ്ജ് മാത്രമാണ്. അത് ആർക്കാണ്? സാമ്പത്തികമായ ശേഷിയും ആരോഗ്യവും അതുപോലെ തന്നെ യാത്രാ സൗകര്യവും ഉള്ള ആളുകൾക്ക് ജീവിതത്തിൽ ഒരു പ്രാവശ്യം അത് നിർബന്ധമാണ്. ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞത് വലില്ലാഹി അലന്നാസ് ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. ആ വിശുദ്ധമായ ഭവനത്തിൽ എത്താൻ സാമ്പത്തികവും ശാരീരികവും സഞ്ചാരയോഗ്യവുമായ സൗകര്യമുള്ള ആളുകൾക്കെല്ലാം അള്ളാഹുവിന്റെ മേൽ ചെയ്തു തീർക്കേണ്ട വലിയ ബാധ്യതയാണ് ഹജ്ജ്. ഈ 3 സംഗതി ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ മരണത്തിന് മുമ്പ് അള്ളാഹുവിനോട് ചെയ്തു തീർക്കേണ്ട വലിയ ബാധ്യതയാണ് ഹജ്ജ് എന്നാണ്. അപ്പൊ ആ നിലയ്ക്ക് ഈ പറഞ്ഞ സാമ്പത്തികമായ ശേഷിയുണ്ട്, ആരോഗ്യമുണ്ട്, യാത്രാ സൗകര്യം ഉണ്ടായിട്ടു കൂടി ഇനിയും ഹജ്ജിനെ ചെയ്യുന്ന ആളുകൾ അത് അവരോട് ചെയ്യുന്ന വലിയ ദ്രോഹമാണെന്ന് തിരിച്ചറിയണം. നമ്മൾ ഇനി എങ്ങോട്ടാ കാത്തു നിൽക്കാം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നതെന്നറിയോ? മൻ മലക സാദൻ വ റാഹിലതൻ ഫലം യഹജ്ജ്. ഒരാൾക്ക് ശാരീരികമായ സൗഖ്യമുണ്ട്, സാമ്പത്തികമായ ശേഷിയുമുണ്ട്, യാത്രാ സൗകര്യം ഉണ്ടായിട്ടും കൂടി ഒരാൾ ഹജ്ജ് ചെയ്യാതെ മരിച്ചാൽ ഫലയമുത് നസ്രാനിയൻ ഔ യഹൂദിയൻ, അവന്റെ മരണം ഒന്നിങ്ങനെ ക്രിസ്ത്യാനിയായിട്ടോ ജൂതനായിട്ടോ മരിച്ചു കൊള്ളട്ടെ എന്നാണ്. നമുക്ക് വിശദീകരണം ആവശ്യമുണ്ടല്ലോ. അപ്പൊ നമ്മുടെ യഥാർത്ഥ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അവൻ ഒരു പ്രാവശ്യം ചെയ്തു തീർക്കേണ്ട ഒരു വലിയ ബാധ്യതയാണ് തിരിച്ചറിഞ്ഞിട്ട് അതിനു വേണ്ടി ഇനിയും തയ്യാറാകാത്ത ആളുകൾ ഈ പറഞ്ഞ സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം നിങ്ങൾ ഇപ്പോൾ തന്നെ മനസ്സിൽ നെയ്യത്ത് കരുതി അതിനു വേണ്ടിയുള്ള സജ്ജീകരണങ്ങളൊക്കെ നമ്മൾ ഒരുക്കണം. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഈ പ്രാവശ്യം പോകുന്നവരുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം അല്ലെങ്കിൽ മുമ്പ് പോയവരുണ്ട്, ഒരുപാട് കാലമായി മനസ്സിൽ പോകാൻ ആഗ്രഹിച്ച് നടക്കുന്ന ആളുകളൊക്കെയുണ്ട്. ഈ 3 കൂട്ടർ നമ്മളെല്ലാവരും ഉൾപ്പെടുന്ന ഈ 3 കൂട്ടരെ സംബന്ധിച്ചിടത്തോളം പോയ ആളുകൾ ഓരോ ഹജ്ജ് വരുമ്പോഴും അവർ മുമ്പ് ചെയ്ത ഹജ്ജിന്റെ ഒരു റീഫ്രഷ് എന്ന നിലയിൽ ശരീരവും മനസ്സും ആ ഹജ്ജിൽ തന്നെ കൊണ്ടു നടക്കാൻ പ്രത്യേകം ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തേണ്ടതാണ്. അതുപോലെ തന്നെ ആഗ്രഹിച്ചിരിക്കുന്ന ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകൾക്ക് എല്ലാവർക്കും വിശുദ്ധമായ ആ ഭവനത്തിലെത്തി പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം ഹജ്ജിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്ന സ്ഥലത്ത് ചില ഓർമ്മപ്പെടുത്തൽ, നമ്മൾ ചരിത്രപരമായ ചില ഓർമ്മകൾ ആവശ്യമാണ്. ഹജ്ജ് സാധാരണ പറയുന്നത്
ഹജ്ജിന് പോകാൻ കഴിയുക. ഹജ്ജിന് മാത്രമല്ല, ആ വിശുദ്ധമായ ഭവനത്തിലും ആ രാജ്യത്തും ചെന്നെത്തുക എന്നുള്ളത് ഒരു മുസ്ലിം ജീവിതത്തിലെ മഹാഭാഗ്യമാണെന്നാണ് ഖുർആൻ പറഞ്ഞത്. ജീവിതത്തിൽ നമ്മൾ ഓർമ്മ വെച്ച കാലം മുതൽക്ക് തിരിഞ്ഞ് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന വിശുദ്ധമായ കഅബാലയം കേൾവി മാത്രം ഉണ്ടായിരുന്ന ഒരു ഭവനത്തെ നമ്മുടെ മനസ്സുകൊണ്ട് കൺനിറയെ നിറഞ്ഞു കാണുന്ന അതിവൈകാരികമായ ഒരു രംഗമുണ്ട്. പോയവർക്കറിയാം. അത് വലിയൊരു മഹത്തായ അനുഗ്രഹമായിട്ട് ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് ഹജ്ജിനെ സംബന്ധിച്ച് നമ്മൾ സാധാരണ പറയാറുണ്ട്, ഇബ്രാഹിം നബിയുടെ വിളി എത്തിയവരാണ് എന്ന യഥാർത്ഥത്തിൽ പറയുന്നത്. അതൊരു ആലങ്കാരിക പ്രയോഗമാണെങ്കിലും അതിന് സാമ്യമായ ഒരു ആശയം ഖുർആൻ പങ്കുവയ്ക്കുന്നുണ്ട്. ഇബ്രാഹിം നബിയുടെ വിളി എത്തിയവരാണ് അങ്ങോട്ട് പോവുക എന്നുള്ളതാണ്. ഖുർആൻ ഹജ്ജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബിയോട് പറഞ്ഞു, ഹജ്ജ്, നീ ജനങ്ങളോട് ഹജ്ജിന് വരാൻ വേണ്ടി നീ വിളിക്കണം. അള്ളാഹു ഇബ്രാഹിം നബിയോട് പറഞ്ഞു വിളിക്കാൻ. അള്ളാഹു ശേഷം പറഞ്ഞ നീ വിളിച്ചാൽ ഇവർ നിന്റെ അടുക്കൽ എത്തുമെന്നാണ്. എന്റെ വിശുദ്ധ ഭവനത്തിൽ എത്തുമെന്നല്ല. എത്ര അങ്ങോട്ടാണെങ്കിലും അള്ളാഹു ഒരു പ്രാമുഖ്യം കൊടുത്തു, ഒരു പരിഗണന ഇബ്രാഹിം നബിക്ക് കൊടുത്തു. നീ വിളിച്ചാൽ നിന്റെ വിളി കേട്ട് അവർ നിന്റെ അടുക്കൽ എത്തും ഇബ്രാഹിമേ എന്നാണ്. അപ്പൊ ഇബ്രാഹിം നബി ചോദിച്ചു, ഈ ദുർബലനായ ഞാൻ ഈ രാജ്യത്തെ ജനങ്ങളെ എങ്ങനെ വിളിക്കും, എന്റെ ശബ്ദം എങ്ങനെ എത്തുമെന്ന് ചോദിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അലൈക നിദാ വ അലൈനൽ ബലാ, നിന്നോട് വിളിക്കാൻ മാത്രമേ ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അത് അർഹരായ ഭാഗ്യം കിട്ടിയ ആളുകളെ കാതുകളിൽ എത്തിക്കേണ്ട ബാധ്യത എനിക്കാണ്. നീ വിളിച്ചാൽ മതി എന്നാണ്. അപ്പൊ ഇബ്രാഹിം നബിയുടെ വിളിയാണ് അള്ളാഹു നമ്മുടെ കാതുകളിൽ എത്തിക്കുകയും അതിന് അവസരം കിട്ടുന്ന ആളുകൾക്ക് ആ വിളി അള്ളാഹു തൗഫീക്ക് നൽകി സൗഭാഗ്യം കിട്ടിയത് വിളിയായിട്ടാണ് നമ്മൾ പോകുന്നത് അർത്ഥം. അതുകൊണ്ട് തന്നെ പോകുന്ന ആളുകൾ, ഈ പ്രാവശ്യം പോകുന്നവർ പ്രത്യേകിച്ച് മനസ്സിലാക്കണം, എങ്ങനെയാണ് ഹജ്ജ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഒരുപാട് ക്ലാസ്സിൽ പോയി പലതും പഠിച്ച് സംശയങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തു. മാനസികവും ശാരീരികമായി ഒക്കെ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഹജ്ജ് ചെയ്യുന്നതിന് എല്ലാ സൂക്ഷ്മ വശങ്ങളും ഒരു അപകടവും വരാതെ, ഒരു വീഴ്ചയും വരാതെ നമ്മൾ വളരെ കൃത്യമായി പഠിച്ചിട്ടുണ്ട്. പക്ഷെ അത് ആവശ്യമാണ് നമ്മുടെ ഹജ്ജിന് കേടുപറ്റാതിരിക്കാൻ. പക്ഷെ അതോടൊപ്പം ഏതൊരു കർമ്മത്തിന്റെയും ഒരു ആത്മാവ്, റൂഹ്, ഒരു മൂല്യമുണ്ടല്ലോ, ആ മൂല്യം ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റണം. പ്രത്യേകിച്ച് ഹജ്ജിന്റെ ആത്മീയമായ ചൈതന്യം എല്ലാ ആരാധന കർമ്മങ്ങളുടെയും ആ ചൈതന്യവും മൂല്യം ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. തിരിച്ചു വരുമ്പോഴും പോകുമ്പോഴൊക്കെയും ഞാൻ ഹജ്ജ് ചെയ്തവനാണ് എന്ന ബോധ്യം നമ്മുടെ മനസ്സുകളുണ്ടായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെക്കുറിച്ച് പറഞ്ഞത്, മൻ ഹജ്ജ ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമിൻ വലദത്തുഹു ഉമ്മുഹു. ഒരാൾ ഹജ്ജിന് പോയി മോശമായ സംസാരത്തിലോ പ്രവൃത്തിയിലോ ഒന്നും ഇടപെടാതെ വളരെ നിഷ്കളങ്കമായി ഹജ്ജ് നിർവഹിച്ചാൽ അവനെ ഉമ്മ പ്രസവിച്ച പിഞ്ഞു കുഞ്ഞിന്റെ എങ്ങനെയാണോ നിർമ്മലമായ ഹൃദയം, പാപമുക്തമായ ഹൃദയം, അതുപോലെ തിരിച്ചു വരാൻ കഴിയുമെന്ന ആ പോകുന്നവരുടെ എനിക്കുള്ള ഒരു ഉപദേശം എന്താണെന്നറിയോ, അങ്ങനെ തിരിച്ചു വരാൻ കഴിയണം എന്നാണ്. കഴിയുമെന്ന് നോക്കാനല്ല, അങ്ങനെ തിരിച്ചു വരലാണ് നമ്മൾ ഏറ്റവും വലിയ സാമ്പത്തിക ചെലവുള്ള ഒരു ആരാധന കർമ്മം ജീവിതത്തിന് വലിയൊരു അഭിലാഷമായി കൊണ്ടു നടന്ന് പ്രാർത്ഥിച്ച് ദുആ ചെയ്ത് നേടിയെടുത്ത് എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് അള്ളാഹു നമ്മുടെ വിശുദ്ധമായ ഭവനത്തിൽ എത്തിച്ചിട്ടും ഇങ്ങനെയൊക്കെ തയ്യാറെടുപ്പ് നടത്തിയിട്ടും ഈ ത്യാഗവും അധ്വാനം ഒക്കെ നടത്തിയിട്ടും ഇങ്ങനെ തിരിച്ചു വരാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് നേട്ടം? അതുകൊണ്ട് അങ്ങനെ തിരിച്ചു വരാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹു പോകുന്നവർക്കൊക്കെ ആ നിർബലമായ ആ ഹൃദയവുമായി ഹജ്ജിന്റെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട്, ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് പൂർണ്ണമായ രൂപത്തിൽ തിരിച്ചു വരാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ഇല്ലൽ ജന്ന. ഹജ്ജിന്
സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലം ഇല്ലാന്ന. അപ്പൊ ഏറ്റവും നല്ല സ്വഹീഹായ രൂപത്തിൽ ഹജ്ജ് ചെയ്താൽ അയാൾക്ക് പകരം എന്താണ്? അല്ലാഹു പറഞ്ഞ സ്വർഗമാണെന്ന. അപ്പൊ സ്വർഗവും നമുക്ക് അതുവഴി കിട്ടുന്ന രൂപത്തിൽ അതിന് ആത്മീയമായ വിശുദ്ധിയും പവിത്രതയും ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് നിർവഹിച്ച് തിരിച്ചു വരാൻ കഴിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഹജ്ജിന് പോകുന്നവർ ഓർക്കേണ്ട മറ്റൊരു സംഗതി, ഇസ്ലാമിലെ പല ഇബാദത്തും, ഇപ്പൊ നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, ഈ നോമ്പും നിസ്കാരവും മറ്റുള്ള ഇബാദത്തുകളൊക്കെയും നമുക്ക് ഇബാദത്ത് നിർവഹിക്കുന്നൊപ്പം നമുക്കൊരു ആത്മീയമായ ഒരു അനുഭൂതി ഉണ്ടല്ലോ. ആ അനുഭൂതി അറിയണമെങ്കിൽ ഇപ്പൊ നിസ്കാരത്തിന്റെ ആത്മീയമായ അനുഭൂതി അറിയാൻ നിസ്കാരത്തിന്റെ ചരിത്രം പഠിക്കണ്ട. നോമ്പിന്റെ ആത്മീയമായ അനുഭൂതി അറിയാൻ നോമ്പിന്റെ ചരിത്രം പഠിക്കണം. നോമ്പിനാണ് ചരിത്രങ്ങളൊന്നുമില്ല. പക്ഷെ ഹജ്ജ് നമുക്ക് ഒരു അനുഭൂതിയായി നിർവഹിക്കണമെങ്കിൽ ഹജ്ജിന്റെ ചരിത്രം അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഇസ്ലാമില് ഒരു ആരാധന കർമ്മം അതിൽ ഏറ്റവും നല്ല രൂപത്തിൽ നിർവഹിക്കാൻ ചരിത്രവും കൂടി അറിയണമെന്ന് ഇസ്ലാം പരിചയപ്പെടുത്തിയ ഇബാദത്ത് അത് ഹജ്ജ് മാത്രമേ. കാരണം ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം ചില ചരിത്രപരമായ നന്മകൾ, രംഗങ്ങൾക്ക് നമ്മൾ സാക്ഷികളാകാം. ഖുർആൻ ഹജ്ജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഹജ്ജ് എന്തിനാണ് എന്ന് പറഞ്ഞപ്പോൾ, ലിയശ്ഹദു മനാഫിഅ ലഹും, നിങ്ങൾ അവിടെ ഒരുപാട് നന്മകളുണ്ട്. ഏതാ? ചരിത്രപരമായ ചില നിമിഷങ്ങൾ, രംഗങ്ങൾ, അതിന് നിങ്ങൾ സാക്ഷിയാകാനാണ്. അപ്പൊ ഹജ്ജിന് നമ്മൾ പോകുമ്പോൾ, ഹജ്ജ് നിർവഹിക്കുമ്പോൾ ആ ചരിത്രപരമായ നന്മകളും നിമിഷങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് നടന്നാൽ നമുക്ക് വലിയ ആത്മീയമായ അനുഭൂതിയിലൂടെ ഹജ്ജിനെ അനുഭവിക്കാൻ പറ്റുന്നർത്ഥം. ആലോചിച്ച് നോക്കൂ, ഹജ്ജില് ഉംറക്കൊക്കെ കാണാതെ പഠിക്കണം എന്ന് പറഞ്ഞ എത്ര പ്രാർത്ഥനയുണ്ട്? ഒരു പ്രാർത്ഥനയുള്ളൂ കാണാതെ പഠിക്കണം എന്ന് പറഞ്ഞത്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ. അതാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത്. ബാക്കി ഏതെങ്കിലും ഒരു പ്രാർത്ഥന നിർവഹിച്ചില്ലെങ്കിൽ ഹജ്ജ് ബാത്തിലാകുമെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു പ്രാർത്ഥന ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് ഹജ്ജിൽ? എന്താണ്? ഒന്ന് കഅബാലയത്തിനെ ചുറ്റും തവാഫ് ചെയ്യണം, നടക്കണം. സൊഫയും മറവയിലും നടത്തോ നോട്ടും, അവിടെ രാപ്പാർക്കൽ, അറഫയിൽ നിൽക്കൽ, ബലി അറുക്കൽ, അങ്ങനെ ചില പ്രവർത്തനങ്ങൾ മാത്രമേ ഹജ്ജുമായി ബന്ധപ്പെട്ട് അല്ലാഹു സംവിധാനിച്ചത്. എന്തിനാ? നമ്മൾ അവിടെ പോയി അതൊക്കെ നിർവഹിക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കേണ്ടത് ആ വലിയ ചരിത്രമായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഹജ്ജിനെ അനുഭൂതിയായിക്കൊണ്ട് ശരിക്കും ആസ്വദിക്കാൻ കഴിയുമെന്നാണ്. അതുകൊണ്ട് പോകുന്ന എൻ്റെ സഹോദരന്മാരോടും സഹോദരിമാരോടും, നിങ്ങൾക്ക് ശരിക്കും ഒരു ആസ്വാദ്യകരമായ ഹജ്ജ് നിർവഹിക്കാൻ കഴിയണമെങ്കിൽ അതിന്റെ ചരിത്രത്തിലെ ഏകദേശ ഒരു ധാരണയും അറിവുമായി നിങ്ങൾ പോകണം എന്നുള്ളത് ഒരു എളിയ ഉപദേശമായി നിങ്ങൾ സ്വീകരിക്കണമെന്ന് പറയുകയാണ്. വിശുദ്ധ ഖുർആൻ കഅബാലയത്തെ പരിചയപ്പെടുത്തിയത് ഇന്ന അവ്വല ബൈത്തിൻ ഉളിയ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി. ഖുർആൻ മറ്റൊരു സ്ഥലത്ത് ഹുദൻ ലിൽ ആലമീൻ, മുസ്ലിങ്ങൾക്ക്, ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്ക് വേണ്ടി ആദ്യമായി സ്ഥാപിക്കപ്പെട്ട ഒരു ആരാധന കേന്ദ്രമാണ് കഅബാലയം. അവിടെയാണ് നമ്മൾ ചെല്ലുന്നത്. പക്ഷെ കഅബാലയത്തിന് ചരിത്രപരമായ വലിയൊരു വിശുദ്ധി ഉണ്ട് കേട്ടോ. പോയവരും പോകുന്നവരും പോകേണ്ടവരൊക്കെ നമ്മളൊക്കെ ശ്രദ്ധിക്കണം. ലോകത്ത് അങ്ങനെ ഒരു ഭവനത്തിന് അത്ര വലിയ ഒരു സാമ്പത്തിക വിശുദ്ധിയുടെ ചരിത്രമില്ല. ആ കഅബാലയത്തിന്റെ ഓരോ കല്ലുകൾക്കുമുണ്ട് വലിയൊരു സാമ്പത്തിക വിശുദ്ധിയുടെ തിളക്കം. കഅബാലയം പുനർനിർമ്മിക്കാൻ നേരത്ത് അവിടെ ഉണ്ടായിരുന്ന ജാഹിലിയ കാലഘട്ടത്തിൽ ആളുകൾ യോഗം കൂടി അതിന് സാമ്പത്തിക ശേഖരണം നടത്തി. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഒരു നിബന്ധന വെച്ചു, നമുക്ക് ധാർമ്മികമായ നിലയിൽ കൈവശം വെച്ചല്ലാതെ ഒരൊറ്റ പണവും നമുക്ക് വേണ്ട. ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ, സാമ്പത്തികമായ എല്ലാ തട്ടിപ്പും ചെയ്യുന്ന, എല്ലാ തര തിന്മകൾ ചെയ്യുന്ന ആളുകൾ പറയണം, അങ്ങനെ വഴിവിട്ട അവിഹിതമായ മാർഗത്തിൽ സമ്പാദിച്ച ഒരു പൈസ പോലും നമുക്ക് കഅബാലയത്തിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ട. നോക്കൂ, അവരുടെ ഒരു ബഹുമാന ആദരവ് നോക്കും. അങ്ങനെ ഒരു തിന്മയുടെ വഴിയിലൂടെയും ഉപയോഗിക്കാത്ത സാമ്പത്തികമായ പ്യുവറായ പണം കൊണ്ട് മാത്രം നിർമ്മിക്കപ്പെട്ട ഏക ഗേഹം
അത് കഅബാലയം മാത്രമാണ്. അതുകൊണ്ടാണ് ആ കല്ലുകൾക്ക് അത്ര സാമ്പത്തിക വിശുദ്ധ തിളക്കം. അതുകൊണ്ട് നമ്മൾ അവിടെ പോയിട്ട് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് എന്ന് പറയുമ്പോൾ നമ്മോട് ആ ഭവനം തിരിച്ചു പറയരുത്. ലാ ശരീക ലാ ലബ്ബൈക വലാ ലാ സഅദൈക്, നിന്റെ ലബ്ബൈക്കും വേണ്ട, നിന്റെ സഅദൈക്കും വേണ്ട. ഏത് പണവുമായിട്ടാണ് നീ വന്നിരിക്കുന്നത് എന്നാണ്. വിശുദ്ധമല്ലാത്ത പണവുമായിട്ട് വിശുദ്ധമായ ഭവനത്തിന്റെ അടുത്ത് പോയിട്ട് ലബ്ബൈക്ക് ചെല്ലിയാൽ അവ തിരിച്ചു നമ്മോട് പറയും, നിന്റെ ലബ്ബൈക്കും വേണ്ട, സഅദൈക്കും വേണ്ട. ആ ഗതി ഉണ്ടാകരുത്. അതുകൊണ്ട് ആ സാമ്പത്തിക വിശുദ്ധി കൂടി നമ്മുടെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് വേണം പോകാൻ എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. വിശുദ്ധ ഖുർആൻ മറ്റൊരു ചരിത്രം പരിചയപ്പെടുത്തിയത് സൂറത്തുൽ ബഖറയിലാണ്. ഞാൻ ആലോചിക്കുന്നത് എത്ര കൃത്യമായിട്ടാണ്. സൂറത്തുൽ ബഖറയിലെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ആയത്തുണ്ട്. സൂറത്ത് 158 ആയത്ത് ഇന്ന സഫ വൽ മർവത മിൻ ശആഇരില്ലാഹ്. സഫയും മർവയും അല്ലാഹുവിന്റെ രണ്ട് ചിഹ്നങ്ങളാണെന്നാണ്. നിങ്ങൾ വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കൂ. ഈ ആയത്തിന് തൊട്ടു മുമ്പുള്ളതും ശേഷമുള്ള ആയത്ത് ഇത് ഹജ്ജ് പറയുന്ന വിഷയമേ അല്ല. ഇതിന് മുമ്പുള്ള ആയത്ത് ഏതാണെന്നറിയോ? വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സി മിനൽ അംവാലി അൻഫുസി വസ്സബറാത്തി വബശ്ശിരിസ് സാബിരീൻ അല്ലദീന ഇദാ അസാബതുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് എന്നാണ്. അല്ലാഹു പറ, നിങ്ങളെ ഞാൻ കഠിനമായ നിലയിൽ പരീക്ഷിക്കും. സാമ്പത്തികവും ശാരീരികവും മാനസികവുമായ നിലയിൽ നിങ്ങൾ പരീക്ഷിക്കും. അവിടെയൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. അവർക്കാണ് സന്തോഷ വാർത്ത. ഇനി എന്ത് മുസീബത്ത് പറ്റിയാലും ശരി, നിങ്ങൾക്ക് മാക്സിമം എന്തേ പറയാവുള്ളൂ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതൊരു മരണവാർത്ത കേൾക്കുമ്പോൾ മാത്രം പറയേണ്ട സംഗതിയല്ല. നമുക്ക് എന്ത് മുസീബത്ത് പറ്റിയാൽ നമ്മുടെ നാവിൽ നിന്ന് ആദ്യം വരേണ്ടത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നോക്കൂ, ഈ ആയത്തും ഈ സഫയും തമ്മിൽ എന്താ ബന്ധം? ശേഷം പറയുന്നത് വേറെ വിഷയമാണ്. അത്ഭുതം തോന്നും. മുഫസ്സിറുകൾ പറയാണ്, അള്ളാഹു പറഞ്ഞു ക്ഷമാശീലർക്കാണ് സന്തോഷ വാർത്ത എന്ന് പറഞ്ഞു. അത് ലോകത്ത് ക്ഷമയുടെ രണ്ട് ഉദാഹരണങ്ങളാണ് സഫയും മർവയും എന്നുള്ളതാണ്. ഈ ആരുടെ ക്ഷമയുടെ? ഒരു മാതൃ സ്നേഹത്തിന്റെ ക്ഷമയുടെ അടയാളമാണ് സഫയും മർവയും. നമ്മൾ സഫയിൽ നിന്ന് മർവയിലേക്കും തിരിച്ച് ഓടുകയും നടത്തുകയും ചെയ്ത സ്ഥലങ്ങളുണ്ടല്ലോ. പുരുഷന്മാര് മാത്രമേ അവിടെ ഓടാൻ പറഞ്ഞിട്ടുള്ളൂ. അത് തന്നെ വലിയ ചരിത്രമുണ്ട്. അവിടെ ഓടിയത് ആരാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ ഹാജറ ബീവി. ചരിത്രപരമായ എന്ത് ക്വാളിറ്റിയാണ് ഹാജറ ബീവിക്കുള്ളത്? ഇബ്രാഹിം നബിയുടെ ഭാര്യ എന്ന് മാത്രമാണ്. അവർ കറുത്ത ഉയരം കുറഞ്ഞ ഒരു അടിമ സ്ത്രീയാണ്. അവരെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭാര്യയായി സ്വീകരിക്കുന്നത്. ആ അടിമയായ സ്ത്രീ ഓടിയ സ്ഥലത്തിലൂടെയാണ് ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരൻ മുതൽ ലോകത്ത് സൗദി അറേബ്യയുടെ സൽമാൻ രാജാവ് അടക്കം ഹജ്ജ് സ്വഹീഹാകണമെങ്കിൽ ആ അടിമ സ്ത്രീ ഓടിയ സ്ഥലത്തൂടെ ഓടിയിരിക്കണം. ആരോടിയ സ്ഥലത്തിലൂടെ? ഒരു സ്ത്രീ. ഏത് സ്ത്രീ? എല്ലാ നിലക്കും ഭൗതികമായി ഒന്നും പറയാനില്ലാതിരുന്ന ഒരു തറവാടിത്തത്തിന് മറഹയില്ലാതെ സ്ത്രീ ഓടിയ സ്ഥലത്തിലൂടെ പുരുഷന്മാർ ഓടിയാലേ ഹജ്ജ് ശരിയാവുകയുള്ളൂ. ആ ഓട്ടത്തില് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള തറവാടിത്തമോ കുലമഹിമയോ ഞാനെന്ന ഭാവങ്ങൾക്ക് അവിടെ തീരണം. ആ ഓട്ടത്തിൽ തീരണം. വീണ്ടും ആ മനസ്സുമായിട്ടാണ് തിരിച്ചു വരുന്നെങ്കിൽ സൊഫയും മർവയും നമ്മെ സ്വാധീനിച്ചില്ല എന്നതിന്റെ അർത്ഥം. അതുകൊണ്ട് പറയാണ് സൊഫയും മർവയും ക്ഷമയുടെ രണ്ട് ഉദാഹരണങ്ങളാണ്. ഒരു മാതൃസ്നേഹത്തിന്റെ, ഇസ്മായിലിന്റെ ഒക്കെ ചരിത്രമുണ്ട്. മറ്റൊരു ചരിത്ര സ്ഥലമാണ് അറഫ. ആലോചിച്ച് നോക്കൂ, അറഫ എന്ന് നമ്മൾ ലോകത്ത് ചരിത്രമായ മനുഷ്യരുടെ കണ്ണുനീർ വീണ നനഞ്ഞ മണ്ണ് ലോകത്ത് അറഫ മണ്ണ് മാത്രമേ ഉള്ളൂ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. അവിടെ പോയി നിൽക്കുമ്പോഴൊക്കെയും നമ്മുടെ മനസ്സിലേക്ക് ഇത്തരത്തിലുള്ള ചരിത്ര സംഭവങ്ങൾ ഓർമ്മ വരുമ്പോൾ ആലോചിച്ച് നോക്കൂ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നിർമ്മിച്ച കഅബാലയത്തിന്റെ തൊട്ട് മുമ്പിലാണല്ലോ മഖാമു ഇബ്രാഹിം. എന്താ മഖാമു ഇബ്രാഹിം? കഅബാലയം നിർമ്മിക്കാൻ വേണ്ടി ഇസ്മായിൽ എന്ന കുട്ടി ഉരുട്ടിക്കൊണ്ടുവന്ന കല്ലാണ് മഖാമു ഇബ്രാഹിം.
ആ കുട്ടി ഉരുട്ടിക്കൊണ്ടുവന്ന കല്ലിൽ കയറി നിന്നിട്ടാണ് കഅബയെ നിർമ്മിക്കുന്നത്. ആ കല്ലിൽ കയറി നിന്നിട്ടാണ് ഇബ്രാഹിം നബി ആദ്യമായി ഹജ്ജിന് ജനങ്ങളെ ക്ഷണിച്ചത്. ആ കല്ലാണ് മഖാം ഇബ്രാഹിം എന്ന് നമ്മൾ ഇന്നോടെ കാണുന്നത്. അപ്പൊ ഈ ചരിത്രപരമായ വസ്തുതകൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഹജ്ജ് അതിന്റെ ആത്മാവ് ഉൾക്കൊണ്ട് ആസ്വദിക്കാൻ കഴിയും, നിർവഹിക്കാൻ കഴിയും എന്നുള്ളത്. അതുകൊണ്ട് പോകുന്ന ആളുകളൊക്കെയും അതിന്റെ പ്രാധാന്യവും മഹത്വവും മനസ്സിലാക്കിയിട്ട് അതിന്റെ റൂഹ് ഉൾക്കൊണ്ടുകൊണ്ട് നിർവഹിക്കാൻ കഴിയണമെങ്കിൽ ഒരല്പം ചരിത്രവും കൂടി അറിയണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. പോകുന്ന ആളുകൾക്ക് അല്ലാഹു എല്ലാവിധത്തിലുള്ള യാത്രാ സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും നൽകി തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകാൻ വേണ്ടി കാത്തിരിക്കുന്നവർക്കും അനിശ്ചിതരുള്ളവർക്കും എന്തെങ്കിലുമൊക്കെ വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നൽകി അനുഗ്രഹിക്കും. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. ഈ ഹജ്ജിന് ഉംറക്കൊക്കെ പോകുന്ന ആളുകൾ സാധാരണ അവരുടെ മനസ്സിലുള്ള ഒരു ഭയം, അതൊരു അനാവശ്യമായ ഭയമാണ്. പക്ഷെ മനുഷ്യന്റെ ദൗർബല്യമായ നിലയിൽ വരും. പലതരത്തിലുള്ള രോഗങ്ങളൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടാവും. അവിടെ പോകുമ്പോൾ ആരോഗ്യപരമായ പ്രശ്നം ഉണ്ടാകുമോ, ഇതൊക്കെ നിർവഹിക്കാൻ കഴിയുമോ എന്നൊക്കെ ആശങ്കയുണ്ട്. അത്തരം ആശങ്കയ്ക്കൊന്നും പ്രസക്തിയില്ല. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, നമ്മളെ ആര് വിളിച്ചിട്ടാ പോകുന്നത്? അള്ളയാണ് നമ്മളെ വിളിച്ചത്. വരൂ എന്ന് പറഞ്ഞിട്ട് അള്ള വിളിച്ച സ്ഥലത്തേക്ക് ലോകത്ത് എവിടേക്കാണ് ഇത്ര ധൈര്യത്തോടു കൂടി പോകാൻ കഴിയാം? ഒന്ന്, അള്ള വിളിച്ചതാണ്. രണ്ട്, പോകുന്നത് വിശുദ്ധമായ ഭവനത്തിന്റെ അടുത്തേക്കാണ്. ഇതിലും വലിയ സുരക്ഷിതത്വം സംരക്ഷണം വേറെ എവിടെ ഫീൽ ചെയ്യാം? ഇത്ര നല്ല ഉറപ്പ് ആരാ നൽകാം? അതുകൊണ്ട് ഒരു പ്രയാസമാണ്, ധൈര്യമായിട്ട് നല്ല മനസ്സിന്റെ ഉറപ്പോടുകൂടി അള്ള വിളിച്ചതാണ്, ആ വിളിയിൽ അള്ളാണ് നമ്മളെ സംരക്ഷിക്കുമെന്ന് ധൈര്യമായി ആ മനസ്സുമായി പോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് ആളുകൾ രോഗികളായി ആശുപത്രി വീടുകളിലും കഴിഞ്ഞുകൂടുന്നുണ്ട്. അവർക്കൊക്കെയും അല്ലാഹു എല്ലാ വിധത്തിലും പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയുന്നത് പോലെ ഇന്ന് 10ാം ക്ലാസ് പൊതുപരീക്ഷ റിസൾട്ട് വരുന്ന ദിവസമാണ്. കുട്ടികളെക്കാൾ ഏറെ അവരുടെ രക്ഷിതാക്കൾക്കാണ് ഒരല്പം ആശങ്കയുള്ളത്. പലരും ദുആയിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അവർക്കൊക്കെയും തുടർ പഠനത്തിന് സൗകര്യമാകുന്ന രൂപത്തിലുള്ള എല്ലാ വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ രാജ്യത്തിനുമൊക്കെ ശാന്തിയും സമാധാനവും സ്വസ്ഥതയുമുള്ള ഒരു നല്ല അന്തരീക്ഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിന് മുസ്ലിം സമൂഹത്തിന് അല്ലാഹു ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أحينا على الكتاب والسنة ومتنا مع الإيمان والتوبة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.